നമസ്കാരം. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി മാർച്ച്. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ എസ്എഫ്ഐ ഇടുക്കി ഡിഒ ഓഫീസ് മാർച്ച് നടത്തി. കോലാനി ബംഗല്ലൂർ ബൈപ്പാസ് റോഡ് സൗന്ദര്യവൽക്കരണ പരിപാടിക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. താലൂക്ക് ആശുപത്രിക്ക് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PR രാജേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാർച്ചിനെ അഭിസംബോധന ചെയ്ത് നേതാക്കളായ സ്വപ്ന മനോഹരൻ, R പ്രശോഭ്, KK ഷിംനാസ്, TA സുബൈർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 15 ലക്ഷത്തോളം ആളുകൾ ഡെങ്കിപ്പനി ബാധിച്ച് ആശുപത്രിയിൽ അഭയം തേടുകയും ഇന്നുവരെ 106 ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. സർക്കാരിന്റെ കണക്കിൽ വെറും 43 പേര് മരിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. 2 ലക്ഷത്തോളം ആളുകൾ ആശുപത്രിയിൽ അഭയം തേടി എന്നുമാണ് സർക്കാർ കണക്കുകൾ പറയുന്നത്. പക്ഷേ യഥാർത്ഥ കണക്കുകൾ പ്രകാരം 15 ലക്ഷത്തോളം ആളുകൾ ആശുപത്രിയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. 106 പേരാണ് ഡെങ്കിപ്പനി മൂലം മരണമടഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് ചിക്കൻ ഗുനിയ അടക്കം ഉള്ള പകർച്ചവ്യാധി H1N1 അടക്കമുള്ള പകർച്ചവ്യാധികൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഡെങ്കിപ്പനി ഈഡീസ് കൊതുകുകളാണ് പടർത്തുന്നത്. ഈ മലിനീകരണം എന്നത് ശിവകുമാർ തീർത്ഥാടനത്തിലായിരുന്നു ഈ പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ അവർ അധികാരത്തിന്റെ പിടിവലികളിലാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. ഉമ്മൻചാണ്ടി എങ്ങനെ രമേശിനെ മന്ത്രിസഭയിൽ കൊണ്ടുവരാതിരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ എങ്ങനെ ഉപമുഖ്യമന്ത്രി സ്ഥാനം നേടാം എന്നതിനെ സംബന്ധിച്ചാണ് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരൻ പാവപ്പെട്ടവനായ ജനങ്ങളുടെ യാതൊരു പ്രശ്നങ്ങൾക്കും യാതൊരു വിലയും നൽകാത്ത സർക്കാരാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പാഠപുസ്തക വിതരണം അട്ടിമറിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ എസ്എഫ്ഐ ഇടുക്കി ഡിഒ ഓഫീസ് മാർച്ച് നടത്തി. എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാഹുൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ, PM സജിമോൻ, ഐപ്പ് ജോസഫ്, ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. ഇവിടെ അടുത്തൊരു കോളേജ് ഉണ്ടല്ലോ, ന്യൂമാൻ കോളേജ്. എത്രയാ 7500 രൂപ മാത്രമുണ്ടായിരുന്ന ആ കോളേജിലെ ഫീസ് ഇന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നത് 15,000 മുതൽ 20,000 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്താ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കണ്ടേ? ഇവിടെ സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ അവകാശത്തിന്റെ നേടിയെടുക്കുന്നതിനായി പോരാട്ടം സംഘടിപ്പിക്കുന്നവരാണ് SFI എന്ന് പറയുന്നത്. വേറൊരു തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എന്താ തീരുമാനം? കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ സ്വയംഭരണാവകാശം കൊടുക്കാം. ഇത്രയും നാൾ നമ്മളെല്ലാ കോളേജുകളിലും കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്
MG യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്, കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എന്ന് തുടങ്ങിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരുന്നെങ്കിൽ നാളെ മുതൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ന്യൂമാൻ കോളേജിന്റെ സർട്ടിഫിക്കറ്റ്, അല്ലസറിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് തുടങ്ങി കേവലം ഓരോ കോളേജുകൾക്ക് അഴിമതി കാണിക്കുന്നതിനും പണമുണ്ടാക്കുന്നതിനും ഒത്താശ പാടുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, SFI എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് പറയാനുള്ളത്, ഞങ്ങളൊരു സമരം ചെയ്യുന്നതിനായി നിരായുധരായി സുപ്രപതാകയും പിടിച്ചുകൊണ്ടുവരുമ്പോൾ ഇത്തരത്തിൽ ഇവിടെ നിൽക്കുന്ന കാക്കിപ്പടയുടെ കാക്കിക്കോട്ട കൊണ്ട് തെറ്റിച്ചു കഴിഞ്ഞാൽ, അതിനെ നിരത്തി നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെല്ലുവിളിക്കാനുള്ളത്, നിങ്ങൾ തെരുവിലേക്ക് നിങ്ങളുടെ പട്ടാളത്തെ ഇറക്ക്. SFI സുപ്രപതാകയും പിടിച്ചുകൊണ്ട് SFIയുടെ പട്ടാളത്തെ ഇറക്കാം. തെരുവിൽ നമുക്ക് ഏറ്റുമുട്ടി നോക്കാം. കോലാനി വെങ്ങലൂർ ബൈപ്പാസ് റോഡ് സൗന്ദര്യവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. പൂച്ചെടികളും പൂമരങ്ങളും പാതയോരങ്ങൾ നട്ടുവളർത്തുന്നതാണ് സൗന്ദര്യവൽക്കരണ പദ്ധതി. സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ചേർന്ന ചടങ്ങിൽ മന്ത്രി PJ ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നാഗാർജുന വൃക്ഷമിത്ര പുരസ്കാരം മന്ത്രി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിന് നൽകി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ കൌൺസിലർമാർ, സ്കൂൾ മാനേജർ, ഹെഡ്മാസ്റ്റർ, തണലണിയിക്കൽ സമിതി ഭാരവാഹികൾ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ നാട്ടിലും മരം വളരില്ല, ഗൾഫ് നാടുകളിലൊന്നും മരം വളരില്ല. നമ്മുടെ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് ഈ പറ്റിയ മരങ്ങൾ പ്രത്യേകിച്ച് റോഡ് സൈഡിൽ നടന്ന ഒരു വലിയ പരിപാടിയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ നട്ടത് നന്നായിട്ട് വളരുന്നു. അത് വലിയ വിജയമായി നിങ്ങളെ അഭിനന്ദിക്കുന്നു. മഴ പെയ്യാൻ പോകുകയാണുള്ളത്, ലഭിക്കുന്നില്ല. അപ്പോൾ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിൻ്റെ സൈഡിലാണ് മരം വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പറ്റിയ സ്ഥലങ്ങളിൽ തിരഞ്ഞെടുത്ത് കയറ്റം ഒഴിവാക്കി കയറ്റമെല്ലാം വെട്ടിത്താത്താൻ പോവുകയാണ് KSTP വർക്ക്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരുടെയും ആകമഞ്ഞ പിന്തുണ ഉണ്ടാകണം. കഴിഞ്ഞ വർഷം നട്ട മരങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിജയിച്ച് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഹെഡ്മാസ്റ്ററെയും ബാക്കി അധ്യാപകരെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട്, ഡെങ്കിപ്പനി പടരുമ്പോൾ പകർച്ചവ്യാധി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ തൊടുപുഴ നഗരസഭ പങ്കാളിയാകുന്നില്ലെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വിജയം കൈവരിച്ചു എന്ന് പറയുമ്പോൾ റോഡുകളിൽ നിന്ന് ഡസ്റ്റ്ബിൻ മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മാലിന്യങ്ങൾ മുഴുവൻ തോടുകളിലും പുഴകളിലും ഒഴുക്കുമ്പോൾ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കേണ്ട നഗരസഭ നിസ്സംഗത പുലർത്തുകയാണ്. മന്ത്രി PJ ജോസഫിന്റെ സാന്നിധ്യത്തിൽ തൊടുപുഴയിൽ യോഗം ചേർന്നത് ഭൂരിപക്ഷം കൌൺസിലർമാരെയും അറിയിക്കാതെയാണ്. ബോധവൽക്കരണ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാൻ മാത്രമാണ് ഈ യോഗത്തിൽ തീരുമാനമുണ്ടായത്. 25,000 രൂപയുടെ വാർഡുതല ശുചീകരണ പ്രവർത്തനത്തിന് സർക്കാർ നിർദ്ദേശിച്ചിട്ടും നഗരസഭാ വിഹിതം പോലും അടച്ചിട്ടില്ല. സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ ഫുട്പാത്തുകളിൽ ടൈൽ പാകിയതോടെ ഓട ശുചീകരണവും നിലച്ചതായി പ്രതിപക്ഷ നേതാവ് R. ഹരി ആരോപിച്ചു. തൊടുപുഴ നഗരസഭാ പ്രദേശത്തും സമീപ പഞ്ചായത്തുകളിലും പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെങ്കിപ്പനിയുടെ പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൊടുപുഴയിലെ ആശുപത്രികളിലെല്ലാം രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ആരോഗ്യവകുപ്പ് മേധാവി ഹൈറേഞ്ച് മേഖലയിൽ നിന്നും 200 ആരോഗ്യ പ്രവർത്തകരെ തൊടുപുഴ മേഖലയിലേക്ക് നിയോഗിച്ചതായി ഇന്നലെ പത്രമാധ്യമങ്ങൾ വഴി അറിയാൻ കഴിഞ്ഞു. ഈ സംവിധാനങ്ങൾ എല്ലാം നടക്കുമ്പോൾ തൊടുപുഴ നഗരസഭ ഈ പനിയെ നിയന്ത്രിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വിശദമാക്കേണ്ടതായിട്ടുണ്ട്. തൊടുപുഴയിൽ മൈസൂർ മോഡൽ മാലിന്യ സംസ്കരണം നടപ്പാക്കുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. റോഡിലിരുന്ന ഡസ്റ്റ്ബിന്നുകൾ ഒഴിവാക്കിയതല്ലാതെ അതിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തൊടുപുഴയിലെ ഓടകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊടുപുഴയാറും തോടുകളും എല്ലാം ജനങ്ങൾ മാലിന്യം നിക്ഷേപിക്കുന്ന കേന്ദ്രമായി മാറിയിരിക്കുന്നു. എവിടെ മാലിന്യം നിക്ഷേപിച്ചാലും ഒരു നടപടിയും നഗരസഭ എടുക്കുന്നില്ല. ഒരാളുടെ പേരിൽ പോലും കേസ് ചാർജ് ചെയ്തതായിട്ടും പ്രോസിക്യൂഷൻ നടപടിക്ക് വിധേയമായതായും കാണുന്നില്ല. പിന്നെ എന്താണ് നഗരസഭ ചെയ്യുന്നത്? രോഗം മൂർച്ഛിച്ച് ബ്ലഡ് കിട്ടാതെ ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്.
ഒരാശുപത്രിയിലും IMAയിലും ബ്ലഡില്ല. ബ്ലഡ് കൊടുക്കാൻ ആളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ നടക്കുമ്പോഴും റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ച് രസിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ നീറോ ചക്രവർത്തിയെപ്പോലെ നമ്മുടെ നഗരപിതാവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഭരണ നേതൃത്വവും ആലസ്യത്തിലിരിക്കുകയാണ്. ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കൗൺസിൽ മുൻകൈയെടുത്ത് രക്തപരിശോധനാ ക്യാമ്പുകൾ നടത്താം, അതിനുള്ള വോളണ്ടിയേഴ്സിനെ സന്നദ്ധമാക്കാം, ശുചീകരണ പ്രവർത്തനം നടത്താം. തൊടുപുഴ റവന്യൂ ടവറിന്റെ ചുറ്റുമതിൽ പൊളിക്കാനുള്ള വിധി ഹൈക്കോടതി റദ്ദാക്കി. സ്വകാര്യ സ്ഥാപനത്തിന്റെ വഴിയടച്ച് നിർമ്മിച്ച മതിൽ പൊളിച്ചു മാറ്റണമെന്നുള്ള സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ജില്ലാ കളക്ടർ സമർപ്പിച്ച അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ, ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രസ്താവിച്ചത്. കേസ് വീണ്ടും പരിശോധിക്കാൻ സിംഗിൾ ബെഞ്ചിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ഇളംദേശം ബ്ലോക്കിൽ സംയോജിത നീർത്തട പരിപാലന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CB ദാമോദരൻ അധ്യക്ഷനായിരുന്നു. പദ്ധതി പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ എബ്രഹാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോനിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. സൂര്യപ്രകാശവും മണ്ണും ജലവും ഇത് മൂന്നും കൂടെ കൂടുമ്പോഴാണ് കൃഷി നന്നാവുന്നത്. നമുക്ക് 7 മാസക്കാലം മഴയുണ്ട്, 5 മാസക്കാലം വരൾച്ചയാണ്. ഈ വരൾച്ചയുടെ സമയത്ത് മണ്ണിൽ ജലം ഉണ്ടാകണം, മണ്ണിന്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കണം. അതിന് ഏറ്റവും ഉതകുന്ന ഒന്നാണ് നീർത്തട പദ്ധതി അല്ലെങ്കിൽ വാട്ടർഷെഡ് മാനേജ്മെന്റ്. ആ പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഏറ്റവും വിജയകരമായി നടപ്പാകട്ടെ എന്ന് ആശംസിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി 3 ദിവസം മാറ്റിവെച്ച ഇളംദേശം ബ്ലോക്കിനെ അഭിനന്ദിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ സഹകരിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപനം ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. ശനിയാഴ്ച 4:30 കോട്ടയം അതിരൂപത സഹായ മെത്രാൻമാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. 5 ചേരുന്ന പൊതുസമ്മേളനം ധനകാര്യമന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച 5 കേന്ദ്രമന്ത്രി KV തോമസ് ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PJ ജോസഫ് ഇൻഡോർ സ്റ്റേഡിയവും PT തോമസ് MP സയൻസ് ലാബും ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിത്തുരുത്തേൽ, പ്രിൻസിപ്പൽ UK സ്റ്റീഫൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. 1938 ജൂൺ 6 സ്ഥാപിതമായ ഈ വിദ്യാലയം ഇന്ന് ജില്ലയിലെ ഒരു മികച്ച ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്നിരിക്കുന്നു. ജൂബിലി വർഷത്തിൽ വിഭാവനം ചെയ്ത പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുവാൻ സാധിച്ചു. അഖില കേരള ക്വിസ് മത്സരം, സയൻസ് എക്സിബിഷനുകൾ, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, സ്വാതന്ത്ര്യദിന റാലി, ഓണാഘോഷങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കായിക മാമാങ്കങ്ങൾ തുടങ്ങിയവ നടത്തപ്പെട്ടു. സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ അധ്യാപക അനധ്യാപക സംഗമവും കരിങ്കുന്നത്തിൻ്റെ കായിക പെരുമയ്ക്ക് ചാരുത ചാർത്തുവാൻ 40 ലക്ഷം രൂപ മുടക്കി ജൂബിലി സ്മാരകമായി നിർമ്മിച്ചിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനവും നടത്തപ്പെടുകയാണ്. 8-ാം തീയതി ശനിയാഴ്ച 11 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥികളായ സമർപ്പിതരുടെ സംഗമവും കൃതജ്ഞതാ ബലിയും ഉണ്ടായിരിക്കും. 2:30 ചേരുന്ന മുൻ അധ്യാപകരുടെയും അനധ്യാപകരുടെയും സംഗമത്തിൽ മരിയൻ കോളേജ് കുട്ടിക്കാനം പ്രിൻസിപ്പൽ ഡോക്ടർ റൂബിൽ രാജ് പ്രഭാഷണം നടത്തും. 5 മണിക്ക് പുതുതായി നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം കോട്ടയം അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി നിർവഹിക്കും. തുടർന്ന് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ മാർ ജോസഫ് പണ്ടാരശ്ശേരി അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട ധനകാര്യ നിയമമന്ത്രി ശ്രീ KM മാണി യോഗം ഉദ്ഘാടനം ചെയ്യും. മികച്ച അധ്യാപക അവാർഡിനും ഗുരുശ്രേഷ്ഠ അവാർഡിനും അർഹരായ ശ്രീമതി ലൂസി ജോർജിനെയും ശ്രീ ബാബു എബ്രാഹത്തിനെയും അനുമോദിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡീൻ കുര്യാക്കോസിന് അഭിവാദ്യം അർപ്പിച്ച് പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം നടത്തി. PWD റെസ്റ്റ് ഹൌസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു.
യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം കൈവരിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഇടുക്കിയിൽ നിന്നും നമ്മോടൊപ്പം സംഘടനാ പ്രവർത്തനം നടത്തി നമ്മളുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം വളരെ സാധാരണക്കാരനെ പോലെ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായ ശ്രീ ഡീൻ കുര്യാക്കോസ്, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ ഡീൻ കുര്യാക്കോസ് ഇന്ന് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഏറെ ആഹ്ലാദം പകരുന്ന, അഭിമാനം പകരുന്ന, അംഗീകാരം നൽകുന്ന ഒരു നേട്ടമാണ് ഇതിലൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾക്ക്, വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ശ്രീ ഡീൻ കുര്യാക്കോസിന് കഴിയും എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും യാതൊരു സന്ദേഹവുമില്ല. ഇടുക്കി ജില്ലയിൽ, ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുന്നതിൽ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ ഡീൻ കുര്യാക്കോസ് വഹിച്ചിട്ടുള്ള പങ്കെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൊടുപുഴയിൽ വെച്ച് നടന്ന ലോക്സഭാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനം. നമ്മളെല്ലാവരും പങ്കാളികളായ ആ സമ്മേളനത്തിൽ പതിനായിരക്കണക്കിന് യുവജനങ്ങളാണ് ശ്രീ ഡീൻ കുര്യാക്കോസിന് പിന്നിൽ നമുക്ക് ഒപ്പം അണിചേർന്നിട്ടുള്ളത് എന്നുള്ളത് ഡീൻ കുര്യാക്കോസിൻ്റെ സംഘടനാപരമായ വലുപ്പത്തെ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ വലുപ്പത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ നടത്തിവരുന്ന അനിശ്ചിതകാല ധർണ 10 ദിവസം പിന്നിട്ടു. മാനദണ്ഡ വിരുദ്ധമായ സ്ഥലം മാറ്റം അവസാനിപ്പിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. AITUC താലൂക്ക് കമ്മിറ്റി അംഗം KR രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. KV സണ്ണി, D ഷിബുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളുടെയും വില ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന അനൂപ് ജേക്കബിനോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കോ കഴിയുന്നില്ല എന്ന് കേരളത്തിന്റെ വില നിലവാരം പരിശോധിച്ചാൽ കാണാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ അടിവരയിടുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് സഖാവ് C ദിവാകരൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഈ കേരളത്തിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 15,000-ഓളം വരുന്ന റേഷൻ കടകളിലൂടെയും മാവേലി സ്റ്റോറിലൂടെയും ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലൂടെയും എല്ലാം കേരളത്തിലെ വില നിലവാരം പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന തരത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ആന്ധ്രയിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ട് കേരളത്തിൽ സുലഭമായി നൽകുവാൻ നടപടി സ്വീകരിച്ച ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ കേരളത്തിന്റെ മണ്ണിൽ ചവിട്ടി എന്നുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഈ കേരളത്തിൽ അവസാനിച്ച കേരളത്തിലെ കൃഷിക്കാരുടെ ആത്മഹത്യ, ആ ആത്മഹത്യക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കർഷക കടാശ്വാസ കമ്മീഷനെ കേരളത്തിൽ നിശ്ചയിച്ചു. ആ കമ്മീഷൻ ഒരു പഠനം നടത്തി. ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കും അക്കൗണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടി ശനിയാഴ്ച തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആധാർ ക്യാമ്പ് നടത്തും. വൈസ്മെൻ ക്ലബ്ബ് തൊടുപുഴ ടൗണും ജില്ലാ ഹോമിയോ ആശുപത്രിയും ചേർന്ന് ഞായറാഴ്ച 8-ന് ചുങ്കം ഫെറോന പള്ളിയിലും തൊടുപുഴ വിജ്ഞാനമാതാ പള്ളിയിലും സൗജന്യ പ്രതിരോധ മരുന്ന് വിതരണം നടത്തും. മ്രാല പൂണ്ടിക്കണ്ടം കുരുവിള ലൂക്കോസ് നിര്യാതനായി. 92 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 3-ന് പൊന്നന്താനം സെന്റ് പീറ്റർ ആൻഡ് പോൾസ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് DYFI നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി മാർച്ച്. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ SFI ഇടുക്കി DO ഓഫീസ് മാർച്ച് നടത്തി. കോലാനി ബംഗല്ലൂർ ബൈപ്പാസ് റോഡ് സൗന്ദര്യവൽക്കരണ പരിപാടിക്ക് തുടക്കം. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.